പുതുജീവൻ കിട്ടിയതുപോലെയാണ് എനിക്ക്. അതെ അതെ തീർച്ചയായിട്ടും. ഈ പിള്ളേരെല്ലാവരും കണ്ടുപഠിക്കണം. ഇനി വരുന്ന കുട്ടികളെല്ലാം ഇതുപോലെ, പേരൻസും അതുപോലെ ആയിരിക്കണം. അതാണ് അവരെ വളർത്തിയ അച്ഛനും അമ്മയാണ് മക്കളെ ഇന്ന ഇത്രയൊരു പറയുന്ന കേട്ട് കൂടുള്ളവർ വേണ്ട പേടിച്ചു. പക്ഷേ അതുകൊണ്ടാണ് നമ്പറൊന്നും കൊടുക്കാഞ്ഞ്, എൻ്റെ പുറകെ പോകണമല്ലോ. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. എന്നാലും അവർക്ക് കൊടുക്കാനുള്ള മനസ്സുള്ളത് കൊണ്ടാണ് എനിക്ക് എൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയത്. എൻ്റെ ജീവനാണ് എനിക്കിത്. ഞാൻ കോളേജ് വിട്ട് വരുന്ന സമയമായിരുന്നു. അപ്പം പോകാനുള്ള ധൃതി വന്നപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ തറയിലോട്ട് പോയി പൊയ്യാനി ജംഗ്ഷനിൽ അവിടെ ഒരു ജ്വല്ലറിയുടെ ഫ്രണ്ടിൽ ഈ മാല കിടക്കുന്നതായിട്ട് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ ഈ മാല എടുത്തപ്പോൾ താലിമാലയാണ്. അപ്പം നമുക്ക് കൺഫേം ആക്കണമല്ലോ, സ്വർണ്ണമാണോ കൺഫേം ആക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പം ഇതിൽ ചെയിൻ്റെ കൊളുത്തിൽ 916 എന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി സ്വർണ്ണമാണ്. എനിക്ക് പോകാനുള്ള ധൃതിയായിരുന്നു. ധൃതി കാരണം ഞാൻ അടുത്തുള്ളൊരു ജ്വല്ലറി തന്നെ കൊടുത്ത്. അപ്പം ജ്വല്ലറി കൊടുത്തപ്പം ആ സാറിൻ്റെ അടുത്ത് ഒരു നമ്പർ എഴുതി വയ്ക്കാൻ പറഞ്ഞു. ഞാൻ പേടിച്ചിട്ട് ഞാൻ കൊടുത്തില്ല, നമ്പർ എഴുതി കൊടുത്തില്ല. ഞാൻ കൊടുത്തിട്ട് ഞാൻ പോന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മ ഇതോട്ട് എന്നെ വഴക്ക് പറഞ്ഞു, നീ അങ്ങനെ കൊടുക്കരുത്, പോലീസ് സ്റ്റേഷനിലാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ പേടിച്ചിട്ട് ഞാൻ ചെന്നില്ല, ആ ഭാഗത്തേക്ക് ഞാൻ ചെന്നില്ല. അപ്പം ഞാൻ ഇത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ തന്നെ കോളേജിൽ പഠിക്കുന്ന ഒരു സീനിയർ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ വൈകിട്ട് കോളേജ് വിട്ട സമയത്ത് ചേച്ചി എടുത്തിട്ട് ഞാൻ ചോദിച്ച് ആരെങ്കിലും തിരക്കി വന്നോ. അപ്പോഴാണ് ചേച്ചി എന്നെ വിളിച്ചിട്ട് കോളേജിലെ മിസ്സിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ മിസ്സാണ് ഇങ്ങനെ പറഞ്ഞ് ഇതുപോലെ വാർത്ത നിന്നെ തിരക്കി നടപ്പുണ്ട്.